പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി ഗുജറാത്തും ഉത്തർപ്രദേശും സന്ദർശിക്കും. ഗുജറാത്തിൽ 55,500 കോടിയുടെയും ഉത്തർപ്രദേശിൽ 13,000 കോടിയുടെയും വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കാനിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് പ്രത്യേക സംഘം സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോടും പോലീസ് മേധാവിയോടും ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയാണ് സ്വമേധയാ ഈ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് സന്ദേശ് ഖാലിയുമായി ബന്ധപ്പെട്ട്. ഇനി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, സമാജ്വാദി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സ്വാമി പ്രസാദ് മൗര്യയുടെ പുതിയ പാർട്ടി പ്രഖ്യാപനം കൂടി ഇന്നുണ്ടായേക്കും. ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം. ഈ വാർത്തകളുടെ ഒക്കെ വിശദാംശങ്ങൾക്കായി എസ് നന്ദഗോപൻ നമ്മളോടൊപ്പം ചേരുന്നു. നന്ദൻ, പ്രധാനമന്ത്രിയുടെ ഇന്ന് നാളെയുമായി നടക്കുന്ന പരിപാടികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തെമ്പാടും അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോഴും. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനം ഗുജറാത്തിലും ഉത്തർപ്രദേശിലും. ഇതിൽ ഗുജറാത്തിൽ 55,500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ തന്നെ ചില പദ്ധതികൾക്ക് തറക്കല്ലിടുകയുമാണ് ഉണ്ടാകുക. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്തിലെ റോഡ്, റെയിൽ, ഊർജം, ആരോഗ്യം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, നഗര വികസനം, അതേപോലെ തന്നെ ജലവിതരണം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികൾക്കാണ് ഈ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. അതേപോലെ തന്നെ വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാരത് നൈറ്റ് ഫേസ് 2 പദ്ധതിയുടെ പ്രധാന ഭാഗങ്ങളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഒപ്പം തന്നെ നവസാരിയിൽ പ്രധാനമന്ത്രി മിത്ര പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അങ്ങനെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അതേപോലെ തന്നെ തറക്കല്ലിടിയിലുമാണ് ഗുജറാത്തിൽ നടക്കുക. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. വാരണാസിയുടെയും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളുടെയും ഒക്കെ തന്നെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടിയിലും അതേപോലെ തന്നെ ഉദ്ഘാടന കർമ്മവുമാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ നിർവഹിക്കുന്നത്. റോഡ്, വ്യവസായം, വിനോദസഞ്ചാരം, അതേപോലെ തന്നെ തുണിത്തരങ്ങൾ, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വാരണാസിയിൽ വലിയ ഉത്തേജനം ലഭിക്കുന്ന വലിയ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെ സന്ത് ഗുരു രവിദാസിന്റെ ജന്മസ്ഥലത്തും പ്രധാനമന്ത്രി പൂജയും ദർശനവും നടത്തുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്.